ഹായ് ഓൾ. UPSC സിവിൽ സർവീസ് പ്രിലിമിനറി എക്സാമിനേഷനിൽ ജോഗ്രഫി വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നമുക്കറിയാം. ഈ ജോഗ്രഫിയിലെ ഫിസിക്കൽ ജോഗ്രഫി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഫിസിക്കൽ ജോഗ്രഫി ടോപ്പിക്കിൻ്റെ കഴിഞ്ഞ 5 വർഷത്തെ ചോദ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഉള്ള റെലവൻസ് എത്രമാത്രമുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഫിസിക്കൽ ജോഗ്രഫി എന്ന ഏരിയ പറയുമ്പോൾ അതിലുള്ള പ്രധാനപ്പെട്ട സബ് ടോപ്പിക് എന്ന് പറയുന്നത് ജിയോമോർഫോളജി, ക്ലൈമറ്റോളജി, ഓഷ്യാനോഗ്രഫി, ബയോജിയോഗ്രഫി, അതുപോലെ തന്നെ ഇന്ത്യൻ ജോഗ്രഫിയുടെ പാർട്ടായിട്ടുള്ള ഫിസിക്കൽ ജോഗ്രഫി, റിവേഴ്സ്, ഇന്ത്യൻ ക്ലൈമറ്റ്, ഇന്ത്യൻ നാച്ചുറൽ വെജിറ്റേഷൻ, ഇതെല്ലാം ഈ ഫിസിക്കൽ ജോഗ്രഫിയുടെ പാർട്ടാണ്. കഴിഞ്ഞ 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഏതാണ്ട് 14-15 ക്വസ്റ്റ്യൻസ് ജോഗ്രഫിയിൽ വരുന്നുണ്ട്. ആ ചോദ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ കവർ ചെയ്യുന്ന ഏരിയ ഫിസിക്കൽ ജോഗ്രഫിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രിപ്പറേഷനിൽ ഫിസിക്കൽ ജോഗ്രഫി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ആ ഫിസിക്കൽ ജോഗ്രഫിയിൽ ഏതാണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ചോദ്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഫിസിക്കൽ ജോഗ്രഫിയിൽ ക്ലൈമറ്റോളജിയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഏരിയ. ക്ലൈമറ്റോളജിയിലെ പ്രധാനപ്പെട്ട ഫാക്ട്സുകളായിട്ടുള്ള ടെമ്പറേച്ചർ, പ്രഷർ ചേഞ്ചസ്, ഐസോതേംസ്, ഐസോബാർസും, അതേപോലെ തന്നെ ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ക്ലൈമറ്റോളജി കൺസെപ്റ്റ്സ്, എർത്ത് റൊട്ടേഷൻ, റെവല്യൂഷൻ, അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ടൈം സോൺസ്, അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യൻ ജോഗ്രഫിയിൽ ഏറ്റവും പ്രധാനമായിട്ടും ചോദിച്ചിട്ടുള്ളത് ഇന്ത്യൻ ജോഗ്രഫിയിൽ റിവേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഗംഗ റിവേഴ്സിൻ്റെ ട്രിബ്യൂട്ടറീസിൻ്റെ ഓർഡർ അറേഞ്ച് ചെയ്യുക, അതിൻ്റെ കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. അതേപോലെ തന്നെ ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട റോക്കുകളെയും മിനറൽസിനെയും കുറിച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ ഇന്ത്യയിലെ ഹിൽ റേഞ്ചുകളെ കുറിച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഏതൊക്കെ ഹിൽ റേഞ്ചുകൾ ഏതൊക്കെ മൗണ്ടെയിൻ്റെ ഭാഗമാണ് എന്നുള്ള പാട്ടിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഫിസിക്കൽ ജോഗ്രഫിയിൽ നിന്നും ധാരാളം ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഓഷ്യാനോഗ്രഫിയും ബയോജിയോഗ്രഫിയും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഓഷ്യാനോഗ്രഫിയിലും ബയോജിയോഗ്രഫിയിൽ നിന്നും 3-4 ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ബയോജിയോഗ്രഫിയിൽ പ്രീവിയസ് ഇയർ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് വെജിറ്റേഷൻ ടൈപ്പുകളായിരുന്നു. അതിൽ തന്നെ ട്രീ ടൈപ്പുകൾ എടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പർട്ടിക്കുലർ വെജിറ്റേഷനുള്ള പ്രധാനപ്പെട്ട ട്രീ വെറൈറ്റീസ് ഏതൊക്കെയാണെന്നുള്ള ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. സോ അത്രമാത്രം ഇൻറ്റൻസീവായിട്ട് ഡീപ്പറായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രിപ്പറേഷൻ നമുക്ക് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടുന്ന ടെക്സ്റ്റ് ബുക്കുകൾ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും NCERT ടെക്സ്റ്റ് ബുക്കുകളാണ്. NCERT 11th 12th സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സ്, അതായത് ദ ഫണ്ടമെന്റൽസ് ഓഫ് ഫിസിക്കൽ ജോഗ്രഫി, അതുപോലെ തന്നെ ഇന്ത്യ ഫിസിക്കൽ എൻവയോൺമെന്റ്, ഈ 2 ടെക്സ്റ്റ് ബുക്കുകൾ നമുക്ക് നല്ലതുപോലെ ഫോളോ ചെയ്യേണ്ടി വരും. അതിലുള്ള പ്രധാനപ്പെട്ട കൺസെപ്റ്റുകൾ നമ്മൾ വീണ്ടും പല ആവർത്തി നമ്മൾ വായിച്ച് മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമുക്ക് ക്ലൈമറ്റോളജിയിൽ ക്വസ്റ്റ്യൻസ് നിരവധി നമ്പർ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ആ ക്വസ്റ്റ്യനെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ക്ലൈമറ്റോളജി ടോപ്പിക്ക് നമുക്ക് പല ആവർത്തി വായിക്കേണ്ടിയിരിക്കുന്നു. ഇവ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഫിസിക്കൽ ജോഗ്രഫി നമുക്ക് നല്ല സ്കോറിംഗ് സബ്ജക്റ്റായിട്ട് നമുക്ക് നല്ലൊരു സ്ട്രെങ്തൻ ഏരിയ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും. അപ്പോൾ എല്ലാവരും നന്നായി പ്രിപ്പയർ ചെയ്യുക. ഹാപ്പി റീഡിംഗ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.